പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ച, സാബത്ത് ആചരിക്കണം, വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കേണ്ട ദിവസമാണ്. വിശുദ്ധ കുർബാന എന്തായാലും പോകുന്നുണ്ടല്ലോ. നമ്മൾ ഞായറാഴ്ചയും നമ്മൾ പോകുന്നു. ഞായറാഴ്ച കടമുള്ള ദിവസം കൂടിയാണ്. സ്നേഹമുള്ളവർ, ഈ ഞായറാഴ്ച നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കാം, ഇത് കേൾക്കാം. സ്നേഹമുള്ളവരെ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു 43 ദിവസത്തെ നിയോഗമായിട്ട് നിങ്ങൾ എടുക്കുക. എല്ലാ ദിവസവും കേൾക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക. ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു 5 പേർക്കെങ്കിലും അത് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു നിയോഗം വെച്ചിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അസാധ്യമായ കാര്യങ്ങൾ 2 സമർപ്പിക്കാൻ പറയുക. അത് ദൈവം നടത്തി തരും മക്കളെ. ദൈവം നടത്തി തരും. പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ 5 നമ്മുടെ താമസമുള്ള ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. തെക്കെന്ന് വടക്കെന്ന് കിഴക്കെന്ന് പടിഞ്ഞാറുന്ന് അനേക മക്കൾ വരാൻ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കോപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദേഷ്യമൊക്കെ പെടും, അത് മനുഷ്യരെ കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊരു ശീലമാകണത് അത്ര നല്ലതല്ല. ഈ കോപത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇപ്പോഴല്ല കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ആക്ടിങ് പോലെയൊക്കെ വരുന്നെങ്കിലും മനസ്സിൽ കയറ്റിയുള്ളതൊന്നുമില്ല. മറ്റേതല്ല, പണ്ടത്തെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ച് പൊളിക്കും, തട്ടിയിടും, ചീത്ത വാക്കുകൾ പറയും, മോശമായ വാക്കുകൾ പറയുമായിരുന്നു. അതെല്ലാം പൈശാചികമാണ്, തിന്മയുടെ ശക്തിയാണത്. തിന്മയുടെ ശക്തിയാണ്. നമ്മൾ ബാഡ് വേർഡ്സ് പറയുന്ന വ്യക്തികളാണോ? തീർച്ചയായിട്ടും. കോപം, ചീത്ത വാക്ക്, ഭയങ്കര ദേഷ്യം, പിശാചാണത്. കോപിക്കാം, എന്നാൽ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം? എന്താണ്? രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വഴക്ക് പിടിച്ചിട്ട് രാത്രിക്ക് മുമ്പ് സ്നേഹമെന്ന്, അതാണോ? എത്രയോ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുന്നവർ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട്. എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങളായിട്ടുണ്ട് ഇല്ലേ? റോങ്, തെറ്റ് പാപമാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ എന്ന് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം. നിന്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ നീ രമ്യതപ്പെട്ടോളാം. യെസ്, അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോപത്തെ ഒന്ന് സമർപ്പിക്കുക. ഇന്നൊരമ്മ എന്നെ വിളിക്കുക, ഡോക്ടറാണ്. പാവം ഒരു വിശുദ്ധിയാണ്, ഒരമ്മ. പാവം. ദൈവമേ, ആ അമ്മയുടെ മകന് നല്ലൊരു വിഭാഗം എന്ന് നൽകണമേ. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മാറ്റണമേ. അതുപോലെയുള്ള ഞങ്ങളെല്ലാവരുടെയും ദേഷ്യങ്ങൾ കർത്താവെ, കേൾക്കുന്നവർ, നിലവിലുള്ളവരുടെ കോപമൊക്കെ മാറ്റണമേ കർത്താവെ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഭാര്യനെ ദേഷ്യം പിടിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്നു. ഈ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വായുന്നവനത് എന്തായിരിക്കും? അയ്യോ, അതൊരു സ്ത്രീകളാണെങ്കിൽ പറയണ്ട, ഭർത്താക്കന്മാർ കണക്ക് തന്നെ നന്നായിട്ടായിരിക്കും. അത് നിങ്ങൾ പറയാൻ പോണ കാര്യം അങ്ങോട്ട് വിട്ടേക്കാം, മറന്നേക്കാം. രണ്ടാമതും പറയും നിങ്ങൾ, അത് വിട്ടേക്കാം. മൂന്നാമത് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് വലിയ കുഴപ്പമുണ്ടാവില്ല. വലിയ നല്ല സൂപ്പർ സാധനമായിരിക്കും ഇട്ട് കൊടുക്കണം. പിശാചിൻ്റെ ഫലങ്ങളാണ് മക്കളെ പോണത്. പിശാചിൻ്റെ അവയവങ്ങളാണ് പോണത്. പിശാചിൻ്റെ ഡയലോഗുകളാണ്. അങ്ങ് വിട്ടേക്ക്. ക്ഷമാശീലന ഈശോയോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പഠിപ്പിക്കണേ കർത്താവേ. മക്കളെ, നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കരഞ്ഞ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കോപം വിട്ടുപോകാൻ. അങ്ങനെ ദേഷ്യം വിട്ടിട്ട് ഒരു ശാലീനതയുള്ള ഒരു സ്ത്രീ, നീതിവാനായ ഔസിപിതാവിനെ പോലെ ഒരു അപ്പൻ. അപ്പോൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നസത്ത് ഭവനത്തിൽ ഉണ്ണീശോകളെന്ന പോലെ നല്ല കുഞ്ഞുങ്ങൾ, നല്ല ചൈതന്യമുള്ള, അവരുടെ മുഖത്ത് നോക്കിയേ എന്തൊരു ഐശ്വര്യമാണ് മക്കൾ.
അത് നിങ്ങൾ ഐശ്വര്യം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ്, അല്ലെങ്കിൽ എന്ത് പറ്റും? ചോദിക്കാറില്ലേ, ഇത് ഏത് പിശാചിനുണ്ടായ കൊച്ച, ഇത് ഏത് സാത്താനുണ്ടായ കൊച്ച, ഇത് ഏത് നേരത്തുണ്ടായ കൊച്ച? നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ വിളിച്ചു പറയുന്നു. അതാണ് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. കോപത്തിൻ്റെ മേഖല വിട്ടുപോട്ടെ. എല്ലാവർക്കും സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്നു. കോപം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേഷ്യം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതികാരം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പകയെല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആസ്വദിക്കാൻ സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. യേശുവേ കോപം വിട്ടുപോട്ടെ. കടബാധ്യതയിലുള്ള എല്ലാ മക്കളുടെ കടഭാരങ്ങൾ മാറട്ടെ കർത്താവെ. നിരാശ മാറിപ്പോട്ടെ കർത്താവെ. അസ്വസ്ഥതകൾ മാറിപ്പോട്ടെ കർത്താവെ. യേശോയെ, യേശോയെ നന്ദി, നന്ദി, നന്ദി. കുടുംബത്തിൽ സമാധാനം നൽകണം കർത്താവെ. സ്ഥാപനങ്ങളിൽ സമാധാനം നൽകണം കർത്താവെ. ബിസിനസ്സിൽ നല്ല ഉയർച്ച കൊടുക്കണം കർത്താവെ. കർത്താവെ ആസ്വദിക്കണം. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ആരാധന, ആരാധന. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, നന്ദി, നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ തിരുത്തിമൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാൻ്റെ പരിശുദ്ധമേ അമ്മേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേ. മക്കളെ, എനിക്കും വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി 5-ാം തീയതി തുടങ്ങുന്ന താമസ ധ്യാനത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾ വരിക, ആളുകളെ പറഞ്ഞു വിടുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നീ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സന്തോഷത്തോടെ ഇരിക്കുക. ഈ പ്രതിസന്ധികളും കടന്നു പോകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്.